Yes. Good afternoon. Good afternoon, sir. Okay, Lahan, good afternoon. Samira എന്താ വന്നും പോയും കൊണ്ടിരിക്കുന്നത്? എന്റെ മോളെ ലെഫ്റ്റ് ആക്കാണ്. 1.5 വയസ്സായ മോളാണ്. ഓക്കെ നമുക്ക് ആരംഭിച്ചാലോ? ഞാൻ 5 പേരാവട്ടെ എന്നാണ് നോക്കിയിരുന്നത്. Let us start. Sajana, let us start. Yes, sir. Okay, very good. Prayer undo? Yes, sir. Okay, continue. In the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, where do we worship, where do we astray, guide us the right path, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful. Thank you, sir. Okay, then Lahan, on the day of judgment. എന്താണ്? അത് വരിയില്ലേ? On the day of judgment. Honor of the day of judgment. വിധി പറയുന്ന ദിവസമാണ് അല്ലേ? Yes. ഓക്കെ. ഞാനേ മനസ്സിൽ കണ്ട ഒരു ചിന്തയുണ്ട്, ഇത് കണ്ടു പറയാം. ഇനി ആർക്കെങ്കിലും ഈ തോട്ട് ഓഫ് ദി ഡേ ഇല്ല, സൈനിങ് ഓണും ഇല്ല. ഞാൻ മനസ്സിൽ കണ്ട എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ലാഹന്റെ മുഴുവൻ പേരെന്താണ്? ബുഷിറ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവരാണ്. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നത്. ഹി നോസ് ദ പ്രസന്റ്, ഹി നോസ് ദ പാസ്റ്റ്, ഹി നോസ് ദി ഫ്യൂച്ചർ. പ്രസന്റ് അറിയാം, പാസ്റ്റ് അറിയാം, ഫ്യൂച്ചർ അറിയാം. ഇപ്പൊ നടക്കുന്നത്, ഇന്നലെ നടന്നത്, നാളെ നടക്കാൻ പോകുന്നത്, രണ്ടും എല്ലാം അറിയാം, മൂന്നും അറിയാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ഖുറാനിലായാലും മഹാഭാരതത്തിലായാലും ബൈബിളിലായാലും പല സ്ഥലത്തും ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇസ്ഹാക്കിന്റെ കേസ് അറിയാം. അപ്പൊ നമുക്കറിയാം, അപ്പൊ ദൈവത്തിന് അറിയാലോ
ഞാനിത് പറഞ്ഞാലും ഇവൻ ഇന്നത് ചെയ്യും, പിന്നെ അവസാനം ഞാൻ തന്നെ വരും എന്നൊക്കെ അറിയാലോ. അപ്പൊ ദൈവത്തിന് അത് അറിയാമെങ്കിലും പിന്നെ എന്തിനാണ് ദൈവം പരീക്ഷിക്കുന്നത് എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വായിക്കുമ്പോഴേ അങ്ങനെ ദൈവം പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും അറിയുന്നു. അടുത്ത സമയം ലാഹൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ ലാഹനെ ഒരു പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഒരു ചിന്ത. എന്ത് തോന്നുന്നു അജീക്കയും? ശരിയല്ലേ? ശരിയാ, എല്ലാം അറിയുന്നവൻ ദൈവമാണ്, ദൈവമല്ലാതെ ഒന്നുമില്ല. ദൈവമല്ലാതെ ദൈവമല്ലാതെ ഒന്നുമില്ല എന്ന് ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും അറിയാമല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും പരീക്ഷിക്കേണ്ട കാര്യം ഉണ്ടാകുന്ന ചോദിച്ചത്. നമ്മൾ നന്നായി വരണ്ടേ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ബോധ്യം വരണ്ടേ, നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ദൈവം പരീക്ഷിക്കുന്നത്. ഓക്കെ. ആ ചിന്തയിൽ നിന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടായത്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞത് ജനുവരി മാസം 1-ാം തീയതി 2000-ലാണ്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനൊരു ആയുസ് കൊടുത്തു, 70 വയസ്സ്. 70 വയസ്സ് വരെ നിനക്ക് ഭൂമിയിൽ ജീവിക്കാം. 70 വയസ്സ് കഴിഞ്ഞിട്ട് 2070 നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ വിട്ടാന്ന് വിചാരിക്കും. 2050 ഇയാൾ ആത്മഹത്യ ചെയ്യണം. സങ്കല്പമുണ്ട് ഞാൻ പറയുന്നത്. ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ആത്മാവ് ദൈവത്തിന്റെ അടുത്തോടെ ഇല്ലാണ്. അപ്പൊ ദൈവം ഈ കണക്ക് പുസ്തകം എടുത്തിട്ട് നോക്കിയപ്പോഴാണ്, നീ ഇപ്പൊ മരിക്കേണ്ട ആളല്ലല്ലോ, നിനക്ക് ആയുസ് 2070 വരെ ഉണ്ടല്ലോ. അപ്പോ വന്ന ആത്മാവ് പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്ത് ഞാനത് പോന്നു. അതേ, നീ ആത്മഹത്യ ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിൽ ശരി, 2070 ആവുമ്പോഴാണ് നിന്റെ ഫൈൻ എടുക്കുള്ളൂ. അപ്പൊ ഈ ആത്മാവ് ചോദിക്കണം, അപ്പൊ ഞാൻ ഇനി 10-15 കൊല്ലം കൂടി കഴിയാൻ ചെയ്യും, നീ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നു, അലഞ്ഞു തിരിഞ്ഞ് അവിടെയൊക്കെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിക്കളിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു 10-15 കൊല്ലം 2070 വരെ പുള്ളിക്ക് ആയുസുണ്ടേ, അന്ന് ഫൈൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇരുന്ന് ബോറടിച്ചു കഴിഞ്ഞപ്പോ പുള്ളി വന്നിട്ട് ദൈവത്തോട് അല്ലെങ്കിൽ ഈശ്വരനോട് ചോദിക്കുകയാണ്, അതെ കുറെ നാളായി ഞാനിവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കണം, ഞാൻ ഒന്ന് നാട്ടിൽ പൊക്കോട്ടെ, എന്റെ വീട്ടിലേക്കൊന്ന് പൊക്കോട്ടെ. പല പ്രാവശ്യം ഇതേ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയണ, ശരി നീ നാട്ടിൽ പോയിക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അവരെ കാണാം, അവർക്ക് നിന്നെ കാണാൻ പറ്റില്ല. അവര് പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നീ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ആത്മാവ് എവിടെ വരുന്നു? സ്വന്തം വീട്ടിൽ വരുന്നു. യെസ്. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുള്ളി കാണുകയാണ്. അപ്പോഴാണ് പുള്ളി വിചാരിക്കുന്നത്, ആത്മഹത്യ ചെയ്തത് മണ്ടത്തരമായി പോയി. ഞാനിപ്പോ ഇവിടെ എന്റെ മക്കളോടൊപ്പം ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? കാര്യം ഉണ്ടാക്കുന്നത് സജന ആൻഡോ. സോറി സർ, ഞാൻ ഇവിടെ ഒരു പണിയിലും കൂടി ആയിരുന്നു, അടുക്കളയിലെ കുക്കിങ്ങില്. ഓണാക്കി വെച്ചിട്ടില്ലേ? ഉണ്ട് സർ. യെസ്. ഓക്കെ. യെസ്. എന്ത് പറയുന്നു ആഷ്മി മോൾ? അങ്ങനെ ഒരു ചിന്ത ആഷ്മി മോൾക്ക് വന്നിട്ടുണ്ടോ? അഭിരാമിക്ക് വന്നിട്ടുണ്ടോ? ഞാനിപ്പോ കേറിയുള്ളൂ സാർ ക്ലാസ്സിലേക്ക്, കേട്ടില്ല ക്വസ്റ്റ്യൻ എന്താണെന്ന്. യെസ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ നല്ലത് അജി തന്നെയാണ്. അജി എന്ത് പറയുന്നു? ആത്മഹത്യ ചെയ്യുന്ന ശുദ്ധം മണ്ടത്തരം. എന്ത് കഷ്ടത വന്നാലും സന്തോഷം വന്നാലും അത് നമ്മൾ അനുഭവിച്ച് തന്നെ ദൈവം തന്ന ആയുസ് തീർന്നോടം വരെ നമ്മൾ ഈ ഭൂമിയിൽ കാണണം. സന്തോഷം മാത്രം നിറഞ്ഞല്ലോ ജീവിതം, സങ്കടവും എല്ലാം നിറഞ്ഞതാണല്ലോ. അപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞ ശുദ്ധം മണ്ടത്തര. എന്തും നേരിടാനുള്ള കഴിവും ശക്തിയൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മളും മറ്റുള്ളവരുടെ കാര്യം കൂടെ ചിന്തിക്കണം. നമ്മളാകാൻ എത്രയോ കഷ്ടതയിൽ എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അപ്പൊ നമ്മൾ അനുഭവിക്കണമെന്ന് ഒന്നും അല്ല. യെസ്. അതായത് മുകളിലോട്ട് നോക്കണ്ട, താഴേക്ക് കൂടി നോക്കാൻ ജീവിക്കുമ്പോ അല്ലേ? യെസ്. വെരി ഗുഡ്. എന്ത് പറയുന്നു സമീറ?
യെസ്, സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമുക്ക് പറഞ്ഞിട്ടുള്ളത് പാസീവ് വോയിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാസീവ് വോയിസ് എങ്ങനെ എഴുതാമെന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റ് എടുക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കണം, പിന്നെ വെർബ് എഴുതണം, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അതാണ് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതല്ല നമ്മൾ പറഞ്ഞത് ലാഹൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടില്ലേനി സാറേ, പിന്നെ ഓണക്കായിട്ട് ആ ക്ലാസ് മറന്നു കേൾക്കാം. ഓണത്തിന്റെ സർക്കാരിന്റെ ഒക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ വിട്ടുപോയല്ലേ? ഓക്കെ 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 യെസ്. 9ഉം 10ഉം തീർക്കാനായിട്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്നുകൂടെ പറയാോ? ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം, ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് പുതിയൊരു സംഗതിയിലേക്ക് നമുക്ക് വരാം. drank a cup of tea. Okay, they drank a cup of tea. The sentence ഇവിടെ എഴുതിയിട്ടുണ്ട്. സബന. ഓക്കെ, ഇത് നോക്കിയിട്ട് ഇത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയാം. നമ്മൾ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ടെൻസിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് ആണോ? എങ്ങനെ മനസ്സിലായി? സിമ്പിൾ പ്രസന്റ് തെറ്റാണ് പറഞ്ഞത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നുകൂടി നോക്കും. ഡ്രാങ് വരുമ്പോ പാസ്റ്റിലല്ലേ? ഓക്കെ സമീറ, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ റിപ്പോർട്ട് സ്പീഡ് അല്ല പാസീവ് വോയിസോട് മാറ്റുന്നതെന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് ദ ഗിവൺ സെന്റൻസ് ഈസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലോട്ട്, അതിനെ പാസീവ് വോയിസിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറയും. അത് സിമ്പിൾ പ്രസന്റിലാണ്. ഇതിപ്പോ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ. പിന്നെ ഹി എന്നുള്ളത് ഹിം ആവും, ഷീ എന്നുള്ളത് ഹെയർ ആവും, ദേ എന്നുള്ളത് ദം ആവും. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ബേസിക് ആയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിക്കോ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. ഹെഡിങ് എഴുതിക്കോ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് എഴുതില്ലേ? അല്ല എഴുതിക്കോ ഓബ്ജക്റ്റ് പ്ലസ് OBJECT, ഓബ്ജക്റ്റ് പ്ലസ് was or were, was ഒരു സ്ലാഷ് ഇട, were, was or were പ്ലസ് വെർബ് എന്നുള്ളൊരു വി നിട, വി ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇട, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നോക്കി തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആദ്യം ഓബ്ജക്റ്റ് എഴുതി, പിന്നെ വാസ് അല്ലെങ്കിൽ വേർ എഴുതി, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് ആയി. അപ്പൊ ഒക്കെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഒരു സെന്റൻസിൽ നിന്ന്
ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? 2 ചോദ്യങ്ങൾ നമുക്ക് വെർബിനോട് ചോദിക്കാം. ഏതൊക്കെയാണ് 2 ചോദ്യങ്ങൾ? എന്ത്, പിന്നെ ആരെ. വാട്ട് ഓർ ഹൂം. ഈ 2 ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ആൻസറിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ. ദേ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. അവര് 1 കപ്പ് ചായ കുടിച്ചു. അപ്പൊ കുടിച്ചു എന്നുള്ളത് ചോദിക്കുക. ആരെ കുടിച്ചു? ആൻസർ ഇല്ല. എന്തു കുടിച്ചു? 1 കപ്പ് ചായ. അപ്പൊ 1 കപ്പ് ചായ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അത് ആദ്യം എഴുതുക. എ കപ്പ് ഓഫ് ടീ. അത് അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി വാസ് അല്ലെങ്കിൽ വേർ. 1 കപ്പ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരെണ്ണമല്ലേ ഉള്ളൂ, സിംഗുലർ ആണ്. വാസ് ചേർന്ന്. വാസ് എ കപ്പ് ഓഫ് ടീ. വാസ് ഡ്രാങ്ക്. DRANK. ഡ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് നോക്കാം. ഓക്കെ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ്. DRUNK. അത് എഴുതണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക്. പിന്നെ ദേ എന്നുള്ളത് അങ്ങോട്ട് മാറ്റുമ്പോ ദം എന്ന് മാറ്റുക. തൊട്ട് മുന്നിൽ എന്ത് ചേർക്കുക? ഒരു BY, ബൈ എന്നുകൂടി ചേർക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക് ബൈ ദം. പിടികിട്ടിയല്ലോ? ആ, ഓക്കെ സജന. എനിക്കും അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഐ ലൗഡ് ഇന്ത്യ. അടുത്തത് ഷീ baked, BAKED, baked. Cakes, CAKES, cakes. അടുത്തത് he wrote, WROT, wrote the letter. He wrote the letter. എഴുതിക്കോളൂ. സാർ ആ രണ്ടാമത്തെ സെന്റൻസ് ഒന്നും കൂടി പറയോ? He baked, BAKED, ബേക്ക് ചെയ്യുക. കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പറയാറില്ലേ? ബേക്ക്ഡ് കേക്ക്സ്, CAKES. സാറേ ആദ്യത്തെ സെന്റൻസ് ഐ ലൗഡ് ഇൻ കഴിഞ്ഞിട്ട് എന്താണ്? ഐ ലൗഡ് ഇന്ത്യ. വിയർ. ഇന്ത്യ. സാറേ ഞാൻ കുറച്ച് ക്ലാസ് കട്ടായപ്പോ ഒന്ന് പറയൂ, ഒന്ന് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞെന്നുള്ളത്. ക്വസ്റ്റ്യൻ അല്ല, എന്ത് ചെയ്യാനാണെന്നുള്ളതൊന്ന് പറഞ്ഞു. പാസീവ് വോയിസ്, ചേഞ്ച് ഇൻടു പാസീവ് വോയിസ്. ഒബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിക്കും. സാർ തേർഡ് സെന്റൻസ് ഒന്നും കൂടി പറയോ? എത്രാമത്തേന്? തേർഡ്. അല്ല, ആൻസർ ആണോ പറയാൻ പോണേ? അല്ല, ക്വസ്റ്റ്യൻ. എല്ലാം പറയണോ? ആ, പറഞ്ഞോ. അല്ല സർ, തേർഡ് ക്വസ്റ്റ്യനാ പറയാനേ. യെസ്, ഓക്കെ. എഴുതിക്കോളൂ. He wrote, WROT, wrote the letter. He wrote the letter.
ഓക്കെ ഷെഫിന. Cakes were baked by him. Baked. The letter was written by him. ഓക്കെ ഞാൻ പറയാം. ഒന്ന് രണ്ട് പേരുടെ കഴിഞ്ഞോട്ടെ, അപ്പൊ ഒരുമിച്ച് പറയാം. Okay. യെസ്, കഴിഞ്ഞ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ലാഹൻ തുടങ്ങാം. ലാഹൻ ആദ്യത്തെ വായിച്ചോ. ഞാൻ ചോദ്യം വായിക്കാം. ഐ ലവ്ഡ് ഇന്ത്യ. ആൻസർ പറയും. In here was loved by me. ഇന്ത്യ വാസ് ലവ്ഡ് മീ. ഇന്ത്യ വാസ്. ഇന്ത്യ ആണെന്നല്ല, എനിക്ക് ഇയർന്നാ മനസ്സിലായത്. ഇന്ത്യ എന്നാണോ നിങ്ങൾ പറഞ്ഞ? ഇന്ത്യ. എനിക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഇയർന്നാണ് എഴുതിയത്. ഇൻ ഇന്ത്യ വാസ് ലവ്ഡ് ബൈ മീ. ഇൻ ഇന്ത്യ അല്ല, ഇന്ത്യ. ഇന്ത്യ വാസ് ലവ്ഡ് ബൈ മീ. ഓക്കെ കറക്റ്റ് ആണ്. സമീറ, അടുത്ത ചോദ്യം ഇതായിരുന്നു. ഷീ ബേക്ക്ഡ് കേക്ക്സ്. ആൻസർ എന്താണ്? സമീറ വരുമെന്ന് വിചാരിക്കാം. പറഞ്ഞോളൂ. Cakes were baked by him. ഷീ അല്ലേ പറഞ്ഞേക്കണേ? അയ്യോ, എനിക്ക് ഹീന്നാ കേട്ടത്. ഹീന്നാണ് കേട്ടതെങ്കിൽ ശരിയാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ ചോദ്യം ഷീ ബേക്ക്ഡ് കേക്ക്സ് എന്നാണ്. അപ്പൊ കേക്ക്സ് were baked by her. സജന ആൻഡോ. മൂന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ഹി റോട്ട് ദ ലെറ്റർ. ആൻസർ പറയൂ. The letter was written by her. ഹി ആണ് Written by him. Sorry. written by him. The letter was written by him. യെസ്, ഒന്ന് രണ്ട് പേരെ തെറ്റിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി വേറെ പറയണം. എതിക്കും. മാക്ബത്ത്, MACBETH, ഇതൊരാളുടെ പേരാണ്. മാക്ബത്ത്. കിൽഡ്, KILLED, കിൽഡ്. ഡങ്കൻ, decapitated, DUNCAN, ഡങ്കൻ. അടുത്തത് ശ്യാം, SHYAM, ശ്യാം. പെയിന്റഡ്, PAINTED, പെയിന്റഡ്. A tree, painted a tree. Painted a tree. അടുത്തത് they took the books away, AWAY, away. An hour, HOUR, an hour. Ago, AGO, ago. They took the books away an hour ago. സാറോ ഒന്നുകൂടെ പറയോ? എത്രാമത്തെ? എല്ലാം പറയണോ? ഇല്ല, ലാസ്റ്റ്. They took the books away, AWAY, away.
An hour. HOUR, hour ago. Okay, here you go.
കഴിഞ്ഞില്ല മക്കളെ? യെസ്, സമന വായിച്ചോളാം ഇത്. രംഗൻ വാസ് കിൽഡ് ബൈ മാക്ബത്ത്. യെസ്, മാക്ബത്ത് കിൽഡ് ഡങ്കൻ എന്നായിരുന്നു ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ ഡങ്കൻ വാസ് കിൽഡ് ബൈ മാക്ബത്ത്. ഈ സംഭവം ആർക്കും മനസ്സിലായി? മാക്ബത്തും ഡങ്കനൊക്കെ നെയ്മല്ലേ? അവരുടെ നെയ്മ് രംഗൻ മാക്ബത്ത് എന്നുള്ളത് നെയ്മല്ലേ? ആ, ഏതിൽ നിന്ന് ഉള്ളതെന്ന് മനസ്സിലായി? അറിയാമോ? അറിയില്ല. ഏതോ നോവലല്ലേ സാർ? ആ, നോവലിലാണ് കേട്ടോ. ഡ്രാമയാണ്, നാടകം. നമ്മുടെ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന ഡ്രാമയിലെ കഥാപാത്രങ്ങളാണ് ഈ ഡങ്കനും മാക്ബത്ത് ഒക്കെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ഷെഫിന. വിസ്മയ വീട്ടി. A tree was painted by Sam. വെരി ഗുഡ്. എ ട്രീ വാസ് പെയിന്റഡ് ബൈ ശ്യാം. ഓക്കെ, സൗമ്യ രതീഷ്. സൗമ്യ. ആ, സാർ എനിക്ക് മനസ്സിലായില്ല സാർ. യെസ്, അതിന് മിണ്ടാതിരിക്കുകയാണ്. യെസ്, ഓക്കെ ഓക്കെ, അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ 2-3 ക്ലാസ്സിൽ കേറിയിട്ടില്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. നാദിയ. ഇത് സിമ്പിൾ ആണ്. ഇത് ഇവർക്ക് കയറിയത് കൊണ്ട് ഇവർക്ക് അറിയാം. നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സിൽ നോക്കിയാൽ മതിയായിരുന്നു. ഗൗതമി. ഗൗതമി. ഗൗതമി ബാലൻ. യെസ്, കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഷെഫീനെ കൊടുക്കാം. ഷെഫീന Yes, sir. വായിച്ചോളൂ. The tree was by അതെ, Sam. അത് ഭയങ്കര നല്ല എക്കോ ആണല്ലോ ഷെഫീന. ട്രീയുടെ വായിച്ചല്ലോ, മൂന്നാമത്തെ വായിക്കും. The books were taken away by them an hour ago. Yes, the books were taken away an hour ago by them. The books were taken away an hour ago by them. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്നില്ല, അടുത്തിലോട്ട് കിടക്കണം. ഓക്കെ, അടുത്ത സെൻസ് ആയിരിക്കും. They will conduct, CONDUCT, conduct the program. They will conduct the program. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തൊരു വാചകം എഴുതിയിരിക്കുകയാണ്. ആ വാചകം നിങ്ങൾ നോക്കുക. They will conduct the program. അഭിരാമി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസിൽ ഏത് ടെൻസിൽ വരും ഈ സെന്റൻസ്? അത് ഒന്ന് നോക്കി വെച്ചാലേ രക്ഷയുള്ളൂ കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. ഇനി അടുത്ത റിപ്പോർട്ട് സ്പീച്ച് പറയുമ്പോഴും നമുക്ക് ആ ടെൻസ് ഒന്ന് അറിയണം. ഒരു സെന്റൻസ് കാണുമ്പോൾ അതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും ഇത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എങ്കിലേ നമുക്കത് മനസ്സിലാക്കി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അഭിരാമിയുടെ നോട്ടത്തിലുള്ളത് പറഞ്ഞു. ഇത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് പിന്നെ വെർബിന്റെ പ്രസന്റൻസ് അല്ലേ ഉപയോഗിക്കേണ്ടത്? അതിവിടെ അങ്ങനെയല്ലല്ലോ വന്നേക്കണേ. സിമ്പിൾ ഫ്യൂച്ചർ. ആ, സിനു കറക്റ്റ് ആൻസർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, വിസ്മയ കറക്റ്റ് ആൻസർ ആണ്. സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റൻസ്. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ദേ, വില്ല് അല്ലെങ്കിൽ ഷാലിലെ വില്ലുണ്ട്, കണ്ടക്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ് കേട്ടോ. ഇപ്പൊ സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റൻസും വന്നതുകൊണ്ട് നമുക്ക് പറയാം ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എഴുതുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിന്റെ ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞു. ഇപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നു സിമ്പിൾ ഫ്യൂച്ചറിന്റെ. എഴുതിക്കോ, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ.
സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എഴുതിക്കോ, ഒബ്ജക്റ്റ് എഴുതണം. OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. വിൽ എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റാച്ചു വരച്ചിട്ട് ഷാൽ എഴുതുക. വിൽ ഓർ ഷാൽ. യെസ്, വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം വിൽ ഓർ ഷാൽ പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് BE പ്ലസ് വെർബ് എന്ന് പറയുന്നത് ബി എന്നിട പ്ലസ് വി. സർ ഒന്നുകൂടെ ക്ലിയർ ആയില്ല. ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച് വില്ലല്ലെങ്കിൽ ഷാൽ എഴുതി, ബി ചേർത്ത്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് വോയിസ് ആയി. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചോദിച്ചോട്ടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. 2-3 ക്ലാസ്സിന് കയറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിൽ നമ്മള് അതിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നല്ലേ, മൂന്നാമത്തെ ഫോം എന്നല്ലോ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആമ് ആറ് പ്ലസ് വെർബ് എന്നിട്ട് സിമ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ശരിയാണ്. എല്ലാ പാസീവ് വോയിസിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുള്ളൂ. അത് കണ്ണടച്ച് വിശ്വസിച്ചോ, എല്ലാത്തിലും അങ്ങനെ വരുള്ളൂ കേട്ടോ. യെസ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെ അല്ലെങ്കിൽ എന്ത്. ഈ 2 ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരത്തെയാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. They will conduct the program. അവര് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. ഇതാണ് സെന്റൻസ്. ആരെ കണ്ടക്ട് ചെയ്യും? ഉത്തരവില്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുക, എന്ത് കണ്ടക്ട് ചെയ്യും? ദ പ്രോഗ്രാം. കണ്ട, അതാണ് ഒബ്ജക്റ്റ്. ദി പ്രോഗ്രാം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇതിങ്ങനെ മനസ്സിലായി? ആരെ അല്ലെങ്കിൽ എന്ത്, ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. അതെടുത്തു. ദ പ്രോഗ്രാം ഒബ്ജക്റ്റ് കിട്ടി. ഈ വേണ്ടത് വിൽ അല്ലെങ്കിൽ ഷാല്. വില്ല് നമ്മൾ ചേർത്തു. വിൽ. പിന്നെ എന്ത് വേണം? ബി എന്ന്. സാർ ഒരു ഡൗട്ട്. ദേ പറഞ്ഞല്ലോ സാറ്, അപ്പൊ ആരെന്നുള്ള ദേ വരൂല? അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ദേ കണ്ടക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലോ. അത് ആര് എന്നല്ല, ആര് എന്ന് ചോദിക്കുമ്പോഴല്ലേ അത് വരുള്ളൂ. ആര് കണ്ടക്ട് ചെയ്തു? ദേ. ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആര് ഞാൻ അടുത്ത സെന്റൻസ് പറയുമ്പോ അങ്ങനത്തെ സാധനം പറയാം. നോക്ക്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോ എന്തായിരുന്നു ഒബ്ജക്റ്റ്? ദ പ്രോഗ്രാം. വിൽ എഴുതി. പിന്നെ എന്ത് ചെയ്തു? ബി എന്ന് ചേർത്തു. വിൽ ബി. പിന്നെ ഈ കണ്ടക്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടക്റ്റഡ്. പിന്നെ ആൻസർ എന്ത് വരും? ദ പ്രോഗ്രാം വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദം. ഇതാണ് ഇതിന്റെ ആൻസർ. ദ പ്രോഗ്രാം വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദം. അപ്പൊ എന്നോട് ആരെന്ന് സംശയം ചോദിച്ചാരാണ്? സിനോണോ? അതെ സാർ, ഞാൻ. അടുത്തൊരു വാചകം ഒരിക്കലും ഐ taught, TAUGHT, taught them English. I taught them English. TAUGHT taught it. Sorry. I will teach. I will teach them English. I taught എന്നുള്ള മാറ്റിയിട്ട് will teach them. I will teach them English. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഐ വിൽ ടീച്ച് ദം ഇംഗ്ലീഷ്. ഞാൻ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഇവിടെ നോക്കിയേ,
2 ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ആരെ അല്ലെങ്കിൽ എന്ത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആരെ പഠിപ്പിക്കും? അവരെ. അപ്പൊ ദം എന്നുള്ളത് ഇതിനകത്ത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ ദം എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചേ, എന്ത് പഠിപ്പിക്കും? ഇംഗ്ലീഷ് പഠിപ്പിക്കും, അതും ഓബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ സെന്റൻസിൽ 2 ഓബ്ജക്റ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇതിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ 2 രീതിയിൽ എഴുതാന്നുള്ളതാണ്. ഞാനിപ്പോ സിനു ആ സംശയം പറഞ്ഞുകൊണ്ട് അത് എഴുതുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ ഓബ്ജക്റ്റ് ഉള്ളതേ പറഞ്ഞോളൂ, 2 ഓബ്ജക്റ്റും വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ ദം എന്നുള്ളത് നമ്മൾ ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ആരെ എന്നുള്ളത് ദം. അപ്പോ അതിന് നമ്മൾ ഓബ്ജക്റ്റിനെ നമ്മൾ എടുക്കും. ദം എന്നോട് നമുക്ക് ആരംഭിക്കാൻ പറ്റൂല. അതിന്റെ ഫസ്റ്റ് കേസിലോട്ട് നമുക്ക് വേണം ദം എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ദേ എന്ന് മാറ്റണം. എന്ത് മാറ്റണം? ദേ. ആ ദമ്മിന് പകരം അവിടെ US അസ് ആയിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ വി എന്ന് മാറ്റണം. ആ അസിനും പകരം അവിടെ ME മീ എന്നായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ I എന്ന് മാറ്റണം. ആ അസിന് പകരം അവിടെ HER ഹെയർ എന്നായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് മാറുമ്പോൾ ഷീ എന്ന് മാറ്റണം. ആ അസിന് പകരം അവിടെ ഹിം എന്നായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് മാറുമ്പോൾ ഹി എന്ന് മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ ദം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ ദേ എന്ന് ആദ്യം എഴുതാം. ദേ വിൽ ബി, അല്ല ഞാൻ വളരെ കറക്റ്റായി. ദേ വിൽ ബി ടീച്ച് എന്നുള്ളതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട് ഇംഗ്ലീഷ് ബൈ മീ. ദേ വിൽ ബി ടോട്ട് ഇംഗ്ലീഷ് ബൈ മീ. അത് ഒരു രീതി. രണ്ടാമത്തെ രീതി വേറെ എഴുതാം. ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് എന്നുള്ളത് പിന്നെ അത് ഓബ്ജക്റ്റ് ആണെന്ന്. ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് ദം ബൈ മീ. അങ്ങനെയും എഴുതാം. ഇത് 2 രീതിയിൽ എഴുതാം. കാരണം ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? 2 ഓബ്ജക്റ്റ് ഉണ്ട്. സിനു, യു ഗെറ്റ് ദ പോയിന്റ്? Yes, sir. ഓക്കെ ഓക്കെ യെസ്. അടുത്ത രീതി. They will continue higher studies, HIGHER, higher studies, STUDIES. അടുത്തത്, she will know, KNOW, know the truth, TRUTH, the truth. She will know the truth. അടുത്തത്, we will cook, COOK, we will cook biryani. We will cook biryani. Okay, എല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. എഴുതിക്കോളൂ.
കഴിഞ്ഞോ? ആ, എന്നിട്ട് നിങ്ങളൊരു സൈൻ ഇടണ്ടേ? ഞാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അക്സ ജോയ്, അക്സ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ചോദ്യം ഇതാണ്: ദേ വിൽ കണ്ടിന്യൂ ഹയർ സ്റ്റഡീസ്. ആൻസർ വൈ. Higher studies will be continued by them. Very good, correct. Higher studies will be continued by them. അങ്ങനെ സംശയമുള്ളവർ ചോദിക്കുക. എന്താണ് സംശയം ഇല്ലാത്തത്? നിങ്ങൾക്ക് ഒരു സംശയം ഡൗട്ട് എന്താ അങ്ങനെ വന്നതെന്ന് സംശയം ചോദിക്കുക. അജിക്കയോ ചോദ്യം ഞാൻ വായിക്കാം. ഷീ വിൽ നോ, KNOW നോ, ഷീ വിൽ നോ the truth. The truth will be known by her. Will be കഴിഞ്ഞിട്ടുള്ള വാക്ക് എന്താണ്? No. നോ എന്നല്ലേ? അല്ലേ? അവിടെ തെറ്റ് പറ്റിയോ? വേഗം കറക്റ്റ് ചെയ്ത് നോക്കി, സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റി നോക്കി. പറഞ്ഞില്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. നേരത്തെ അതിന് മുമ്പ് അക്സ പറഞ്ഞപ്പോ ആ കണ്ടിന്യൂ എന്നുള്ളതിന്റെ കണ്ടിന്യൂഡ് നോക്കിയില്ലേ? അതുപോലെ നോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. അവിടെയാണ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. അല്ല, അടുത്ത കൊടുക്കാം. സിനു ആൻസർ പറഞ്ഞേ. സാർ ഇപ്പൊ ചോദിച്ച രണ്ടാമത്തെ അല്ലേ? The truth will be known by her. The truth will be known. KNOW know എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ന്യൂ ആണ്. KNOW പാസ്റ്റ് പാർട്ടിസിപ്പിൾ KNOWN known ആണ്. known. Yes. Okay 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 സിനു, വെരി ഗുഡ് വെരി ഗുഡ്. വിസ്മയ. Biryani will be cooked by them. ഞാൻ ചോദ്യം വായിക്കാൻ പോലും നമ്മൾ ബിരിയാണി എന്റെ പേര് വേഗം പോന്നല്ലേ? യെസ്, ബിരിയാണി വിൽ ബി കുക്ക്ഡ്, COOKED. ബിരിയാണി വിൽ ബി കുക്ക്ഡ് ബൈ എന്തെങ്കിലും Them. എങ്ങനെ കിട്ടിയടാ? ആ, അപ്പൊ ശരിയായി. അതിന് മുമ്പൊക്കെ ദം കിടക്കണ അത് ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് ഇങ്ങനെ പോന്നതാണ്. ബിരിയാണി will be cooked by us. Biryani will be cooked by us. Correct answer. Yes. അപ്പൊ ഇപ്പൊ നമ്മള് 3 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് സിമ്പിൾ പ്രസന്റ്,
സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഒരു സെന്റൻസ് കാണുമ്പോൾ നമ്മൾ അറിയണം അത് ഏത് ടെൻസിലാണ് സെന്റൻസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ എങ്ങോട്ട് മാറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. യെസ്, കാരണം നിങ്ങളൊക്കെ അധ്യാപികമാരാവേണ്ട ആൾക്കാരാണ്, അപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇത് വരുമ്പോൾ അവർക്കൊണ്ട് ഈസി ആയിരിക്കും. അവിടെ വരും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. യെസ്, ഇതാണ് ഇതിന്റെ നിയമം, ഇത് ഇങ്ങനെ ഈ ടെൻസ് വന്നതുകൊണ്ടാണ് അത് ഇന്ന ടെൻസിലോട്ട് മാറിയത്. ഇത് നമുക്ക് കൃത്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അതാണ് അതിന്റെ ശരി, അല്ലെങ്കിൽ അതാണ് അങ്ങനെയാണ് അത് കിട്ടിയത് എന്നുള്ള കാര്യം നമുക്കറിയാമെന്ന് കുട്ടികൾക്കറിയണം. യെസ്, ഓക്കെ. അപ്പൊ അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു 1, 2, 3, 4 കൂടെ നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ് വോയിസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ എന്താണ്, ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് എല്ലാവരും വളരെ ശോകമുഖമായിട്ടിരിക്കുന്നത്. ക്ഷീണമായിരിക്കും എല്ലാരും. ഓണത്തിന്റെ ക്ഷീണമായിരിക്കും അല്ലെ? ഓണത്തിന്റെ ഹാങ് ഓവറിന്ന് പോന്നിട്ടില്ല. ഞാൻ ചോദിച്ചില്ലേ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു. യെസ്, വെരി ഗുഡ്. യെസ്, ഇനി വേറെയും കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് അധികം നേരം ഏറിക്കഴിഞ്ഞ 1 മാസം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. യെസ്, 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോതയിലേക്ക് ഇറങ്ങേണ്ട ആളുകളാണ് നിങ്ങൾ. യെസ്, അരയും തലയും മുറക്കി ഗോതയിലേക്ക് ഇറങ്ങേണ്ട ആളുകളാണ്. അപ്പോ ഓക്കെ സിനു, അപ്പൊ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ റിപ്പോർട്ട് സ്റ്റേഷനെ കുറച്ചും കൂടി നമുക്കത് പറയാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മുടെ അറിവിന് വേണ്ടി ക്ലാസ് തീരോ? 1 മാസം കൂടി കഴിഞ്ഞ ക്ലാസ് കഴിയോ? ഇല്ല, അതിനുള്ളില് ഓരോ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത മാസം പറഞ്ഞിരിക്കുന്നത് മറ്റേ ബാച്ചാണ്, MT9 ആണ്. നിങ്ങൾ MT10 അല്ല. അപ്പൊ നിങ്ങളുടെ മോണ്ടിസോറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ ഉണ്ട് നമുക്ക് എറണാകുളത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് അന്ന് ചെയ്യാൻ പറ്റില്ലേ? അന്ന് നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവില്ലേ? അത് അവിടെയാണ്, പറവൂര് വെച്ചിട്ടാണ്. പറവൂര് വെച്ചിട്ട് അത് ഈ സർട്ടിഫിക്കറ്റ് തന്നിട്ട് മുന്നായിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടാവൂലേ? അത് മുന്നേ വരും, പരീക്ഷയ്ക്ക് മുന്നേ വരും. യെസ്, അപ്പൊ അത് കുട്ടികളോട് ഒന്ന് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോൺവെക്കേഷൻ സെറിമണി ഉണ്ടാവും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി തരുന്ന ഒരു ദിവസം ഉണ്ടാവും. യെസ്, അത് നിങ്ങളുടെ ഇനി ഒരു സെക്കൻഡ് ടൈം എക്സാമും കൂടെ ഉണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞ പോലെ ഒരു സെക്കൻഡ് ടൈമും കൂടെ ഉണ്ടോ ഇനി? എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണോ ഫൈനൽ എക്സാം? അത് വിശദമായിട്ടുള്ള കാര്യം ടീച്ചർ പറയും കേട്ടോ. അതൊക്കെ ടീച്ചർ പറയും. ഓക്കെ. യെസ്, അതിന്റെ കാര്യങ്ങളൊക്കെ ടീച്ചർക്കാണ് ചാർജ് കൊടുത്തിരുന്നത്. ഇല്ല, തുടങ്ങിയിട്ടില്ല ഗൗതമി. ഇല്ലെന്നാണ് എന്റെ ഷോ. ഇല്ല. യെസ്, അപ്പോ അത് എല്ലാവരും കൂടി പറഞ്ഞ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരണ്ട. യെസ്, അപ്പൊ ചാർജുള്ള ആളുകൾ പറഞ്ഞു. ഓക്കെ, സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. ഓക്കെ. Good.